ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPLന്റെ 18ാമത്തെ സീസൺ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്നു മുതൽ IPLന്റെ ടീം റിവ്യൂ സീരീസ് തുടങ്ങുകയാണ്. IPLലെ ഓരോ ടീമിൻ്റെയും സാധ്യത 11, ബെഞ്ച് സ്ട്രെങ്ത്, അതുപോലെ പ്ലേ ഓഫ് സാധ്യതയൊക്കെ നമ്മൾ വിശകലനം ചെയ്യും. ഈ റിവ്യൂ സീരീസിലെ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിയോജിപ്പുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ടീം റിവ്യൂ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നാണ്. IPLന്റെ 17 വർഷത്തെ ചരിത്രത്തിൽ ഇതേവരെ കിരീടം നേടാൻ കഴിയാത്ത ടീമുകളിലൊന്നാണ് ഡൽഹി ക്യാപിറ്റൽസ്. നമ്മൾ അവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ വീരേന്ദർ സെവാഗ്, ഗൗതം ഗംഭീർ, ഗ്ലെൻ മഗ്രാത്ത്, AB ഡിവില്ലിയേഴ്സ്, ഡേവിഡ് വാർണർ, കെവിൻ പീറ്റേഴ്സൺ തുടങ്ങി നിരവധി താരങ്ങൾ അവർക്കായി കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കപ്പ് നേടാൻ അവർക്കായിട്ടില്ല. 2020 ഫൈനലിൽ എത്തിയതാണ് അവരുടെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനം. ഇക്കുറി കപ്പ് നേടാൻ തന്നെ ഉറപ്പിച്ച് ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ വരെ മാറ്റങ്ങൾ വരുത്തിയാണ് ഡൽഹി എത്തുന്നത്. കഴിഞ്ഞ സീസണുകളിൽ കോച്ചായിരുന്ന റിക്കി പോണ്ടിങ്ങിനെ മാറ്റി മുൻ ഇന്ത്യൻ താരമായ ഹേമംഗ് ബദാനിയാണ് ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ച്. ബദാനിയെ കൂടാതെ ടീമിന്റെ മെന്ററായി മുൻ ഇംഗ്ലീഷ് താരം കെവിൻ പീറ്റേഴ്സൺ, ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായി വേണുഗോപാൽ റാവു, അതുപോലെ ബോളിംഗ് കോച്ചായി മുനാഫ് പട്ടേൽ തുടങ്ങിയവരും ഇത്തവണ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാമ്പിലുണ്ട്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഡൽഹി ക്യാപിറ്റൽസ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഋഷഭ് പന്തിന്റെ മുഖമാണ്. എന്നാൽ ഇത്തവണ ഋഷഭ് പന്ത് ഡൽഹി ടീമിലില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. പകരം ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് KL രാഹുലിനെയാണ് ഡൽഹി ടീമിലെത്തിച്ചിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ ക്യാപ്റ്റനെ അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും KL രാഹുൽ തന്നെ ക്യാപ്റ്റൻ ആവാനാണ് സാധ്യത. ഇനി ഡൽഹി ടീമിൽ നേരത്തെ കളിച്ച പരിചയമാണ് നോക്കുന്നതെങ്കിൽ അക്ഷർ പട്ടേലിന് നറുക്ക് വീഴാനും സാധ്യതയുണ്ട്. ഇനി ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റൊരു ക്യാപ്റ്റൻസി ഓപ്ഷൻ കൂടെ ഡൽഹി ക്യാമ്പിലുണ്ട്. അത് മുൻ വർഷങ്ങളിൽ RCBയെ നയിച്ച ഫാഫ് ഡുപ്ലസിയാണ്. എങ്കിലും ടീമിനെ നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള 2 ഇന്ത്യൻ താരങ്ങൾ ഉള്ളപ്പോൾ KL രാഹുലോ അല്ലെങ്കിൽ അക്ഷർ പട്ടേലോ നായകനാവാൻ തന്നെയാണ് സാധ്യത. അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോറൽ എന്നീ താരങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ മേഘാലയത്തിനെത്തിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KL രാഹുൽ, ഫാഫ് ഡുപ്ലസി, അതുപോലെ മിച്ച് സ്റ്റാർക്ക്, ജേക്ക് ഫ്രേസർ മഗ്ഗർ, TN നടരാജൻ, മുകേഷ് കുമാർ തുടങ്ങിയ താരങ്ങളെ ഡൽഹി ടീമിലെത്തിച്ചിട്ടുണ്ട്. നമുക്കിനി അവരുടെ സാധ്യത 11 നോക്കാം. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ KL രാഹുൽ തന്നെ ഓപ്പണർ ആവാനാണ് സാധ്യത. ഇനി രാഹുലിന് പാർട്ട്ണറായി 2 ഓപ്ഷനുകളാണ് ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിലുള്ളത്. ഒന്ന് ഓസീസ് യുവതാരമായ ജേക്ക് ഫ്രേസർ മഗ്ഗർക്കാണ്. കഴിഞ്ഞ സീസണിൽ പലതവണ ഡൽഹിയുടെ സ്കോർ 200 കടത്തുന്നതിൽ മഗ്ഗർക്കിന്റെ ഹാർഡ് ഹീറ്റിംഗ് പങ്കുവഹിച്ചിട്ടുണ്ട്. ആ ഹാർഡ് ഹീറ്റിംഗ് എബിലിറ്റി, അതുപോലെ ആ യങ് ബ്ലഡ്, അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ രാഹുലിന് പാർട്ട്ണറായി എത്തുക മഗ്ഗർക്കായിരിക്കും. ഇനി പരിചയസമ്പത്തിനാണ് ഡൽഹി മുൻതൂക്കം നൽകുന്നതെങ്കിൽ ഡുപ്ലസി ആയിരിക്കും KL രാഹുലിന് ഓപ്പണിംഗ് പാർട്ട്ണറായി എത്തുക. ഡുപ്ലസിയുടെ കാര്യം നമുക്കറിയാം. പ്രായം 40 കഴിഞ്ഞിട്ടും ഫിറ്റ്നസ്സിലായാലും പ്രകടനത്തിന്റെ കാര്യത്തിലായാലും ഡുപ്ലസി ഒട്ടും പിറകോട്ട് പോയിട്ടില്ല. മഗ്ഗർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റീസെന്റ് ഫോം അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ബിഗ് ബാഷിലായാലും ഓസീസ് നാഷണൽ ടീമിലായാലും കാര്യമായ പ്രകടനങ്ങളൊന്നും നടത്താൻ മഗ്ഗർക്കിന് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ മഗ്ഗർക്കിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മഗ്ഗർക്ക് ഫോമിൽ അല്ലെങ്കിൽ ഡുപ്ലസിയിലേക്ക് പോകാനും, അല്ലെങ്കിൽ ഡുപ്ലസിയെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മഗ്ഗർക്കിനെ ഓപ്പണിംഗ് സ്ഥാനം തിരികെ ഏൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമുക്ക് മിഡിൽ ഓർഡറിലേക്ക് പോകാം. മിഡിൽ ഓർഡർ നോക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി നിലനിർത്തിയിട്ടുള്ള അഭിഷേക് പോറൽ, അതുപോലെ ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്ക്, പിന്നീട് സൗത്ത് ആഫ്രിക്കൻ താരമായ ട്രിസ്റ്റൻ സ്റ്റബ്സ്, പിന്നെ ഒരു ഓപ്ഷനായിട്ട് നമ്മുടെ കരുൺ നായർ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ സാധ്യത ലെവലിൽ മിക്കവാറും അഭിഷേക് പോറൽ, ഹാരി ബ്രൂക്ക്, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവർ വരാനാണ് സാധ്യത. ഇവർ 3 പേരും നല്ല താരങ്ങളാണ്. അഭിഷേക് പോറലും ട്രിസ്റ്റൻ സ്റ്റബ്സും കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്റ്റബ്സിന്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ SI T20യിൽ ആ ഒരു ഫോം നിലനിർത്താൻ സ്റ്റബ്സിന് കഴിഞ്ഞിട്ടില്ല. ഹാരി ബ്രൂക്ക് മികച്ച പ്ലെയർ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഇന്ത്യൻ സീരീസിൽ കാര്യമായിട്ട് ഒരു മികച്ച പ്രകടനം ഹാരി ബ്രൂക്കിന്റെ ബാറ്റിൽ നിന്ന് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന ഡൽഹി പിച്ച് ഹാരി ബ്രൂക്കിന്റെ ആ സ്റ്റൈലിന് യോജിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. പക്ഷെ ആ ഒരു ഫോം, പരിചയസമ്പത്ത് എന്നിവ നോക്കിയാൽ ആ ഓപ്പണിങ്ങിനെ അപേക്ഷിച്ച് അല്പം വീക്കാണ് ഈ മിഡിൽ ഓർഡർ എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇവർ ഫോം ആവുകയാണെങ്കിൽ വളരെ ഡിസ്ട്രക്റ്റിംഗ് ആയിട്ടൊരു ബാറ്റിംഗ് യൂണിറ്റ് തന്നെയാണ് DCയുടേത്. ഇനി നമുക്ക് ലോവർ മിഡിൽ ഓർഡറിലേക്ക് നോക്കാം. അക്ഷർ പട്ടേൽ, അശുതോഷ് ശർമ്മ. അക്ഷർ പട്ടേലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. 3 മുതൽ 7 വരെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ് അക്ഷർ പട്ടേൽ. അത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഒരു ഫ്ലോട്ടറായിട്ട് വേണമെങ്കിലും അക്ഷർ പട്ടേലിനെ യൂസ് ചെയ്യാം. എവിടെ ബാറ്റ് ചെയ്താലും അതിനനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള കഴിവ് അക്ഷർ പട്ടേലിനുണ്ട്. അപ്പോൾ അവിടെ വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് അശുതോഷ് ശർമ്മ. കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനായി മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച താരമാണ്. ശശാന്ത് സിംഗിനോട് ചേർന്നുള്ള പാർട്ണർഷിപ്പുകൾ നമ്മൾ പലതവണ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. കഴിഞ്ഞ സീസണിൽ അശുതോഷ് കളിച്ച മുള്ളൻപൂരിനേക്കാൾ മികച്ച ബാറ്റിംഗ് പിച്ചാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേത്. അപ്പോൾ ആ ഫോം വീണ്ടും ആവർത്തിക്കാനായാൽ ഡൽഹിയുടെ ലോവർ ഓർഡർ സെറ്റാണ് അക്ഷർ പട്ടേലും അശുതോഷ് ശർമ്മയും. പിന്നീട് ബൗളിങ്ങിലേക്ക് പോയാൽ സ്ട്രൈക്ക് ബൗളറായി എത്തുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്.
മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇഞ്ചുറി സ്കെയർ ഉണ്ട്. കാരണം പരിക്ക് കാരണം സ്റ്റാർക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ചിട്ടില്ല. ഇനി പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി വന്നാൽ തന്നെ ഫോം ഒരു കൺസേൺ ആണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായിട്ട് ആദ്യ മത്സരങ്ങളിൽ നന്നായിട്ട് സ്റ്റാർക്ക് അടി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവിടെ ബോളേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഫൈനലിൽ സ്റ്റാർക്കിന്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് സ്റ്റാർക്കിന്റെ ക്ലാസിനെ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചില മത്സരങ്ങളിൽ റൺ ലീക്ക് ചെയ്യാനായിട്ട് സാധ്യതയുമുണ്ട്. പിന്നീട് ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ളത് മുകേഷ് കുമാറും നടരാജനുമാണ്. രണ്ടുപേരെയും നമുക്ക് പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും ഡെത്ത് ഓവേഴ്സിലായാലും യൂസ് ചെയ്യാവുന്ന താരങ്ങളാണ്. അപ്പോൾ ഫാസ്റ്റ് ബോളിംഗ് ഒരുവിധം ഓക്കെയാണ്. പരിചയസമ്പന്നനെ സ്റ്റാർക്ക് ഉണ്ട്, അതുപോലെ നടരാജൻ, മുകേഷ് കുമാർ. ഇനി ഇമ്പാക്ട് പ്ലെയറായി അവർക്ക് മോഹിത് ശർമ്മയെ യൂസ് ചെയ്യാം. നമുക്കറിയാം GTക്ക് വേണ്ടി ഡെത്ത് ഓവേഴ്സിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ പ്ലെയറാണ് മോഹിത് ശർമ്മ. മോഹിത് ശർമ്മയുടെ ആ ഒരു പരിചയസമ്പത്ത് തീർച്ചയായിട്ടും DCക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനെ നോക്കിയാൽ മിച്ച് സ്റ്റാർക്ക്, നടരാജൻ, മുകേഷ് കുമാർ, മോഹിത് ശർമ്മ സോർട്ടഡ് ആണ്. ഇനി സ്പിൻ ബൗളേഴ്സിലേക്ക് വന്നാൽ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്. അക്ഷർ പട്ടേലിന്റെ കാര്യം പറഞ്ഞാൽ നല്ല കൺസിസ്റ്റൻസി ഉള്ള, അതായത് ഒരുപാട് റൺസ് വിട്ടുകൊടുക്കാത്ത താരമാണ്. അതായത് കൂടിപ്പോയാൽ മിക്കവാറുള്ള മത്സരങ്ങളെല്ലാം ഒരു 7-8 ഇക്കോണമി റേറ്റിലായിരിക്കും അക്ഷർ പട്ടേൽ കളിക്കുക. ഇനി കുൽദീപ് യാദവിന്റെ കാര്യം പറഞ്ഞാൽ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് ടേക്കർ ആണ്. ചില മത്സരങ്ങളിൽ റൺസ് വിട്ടുകൊടുത്തു എന്നും വരാം. എങ്കിലും അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ട് ആവാൻ, പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ വർക്കൗട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ബോളിംഗ് സോർട്ടഡ് ആയി കഴിഞ്ഞു. നല്ല ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട്, നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടീം ടോട്ടലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മിഡിൽ ഓർഡർ, അതായത് അഭിഷേക് പോരൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഹാരി ബ്രൂക്ക്, ഇവർ ഫോം ആയി കഴിഞ്ഞാൽ ഇവർ വളരെ മികച്ചൊരു ടീം തന്നെയാണ്. കാരണം ബാറ്റിംഗിൽ എക്സ്പ്ലോസീവ്നെസ് ഉണ്ട്, പരിചയസമ്പത്തുണ്ട്, ലോവർ ഓർഡറിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ ബോളിംഗും ഏറെക്കുറെ സോർട്ടഡ് ആണ്. അങ്ങനെ ആദ്യ മത്സരങ്ങളിൽ, അതായത് ഇവർ കളിക്കുന്ന ആദ്യ മത്സരങ്ങളിൽ തന്നെ ഇവർക്ക് ആ ഒരു യൂണിറ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ വളരെ വളരെ മികച്ച റിസൾട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ടീമാണ്. ഇനി എവിടെയാണ് പ്രശ്നം? അതും ഈ മിഡിൽ ഓർഡറിൽ തന്നെയാണ് പ്രധാന പ്രശ്നം വരാൻ സാധ്യത. ഈ 3 പേർ, അതിൽ അഭിഷേക് പോരലിന്റെ കാര്യം നമുക്ക് വിടാം. ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഹാരി ബ്രൂക്ക്, ഇവർ ഫോം ആയില്ല എന്താണ് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ബാക്കപ്പ് നോക്കിയാൽ ബാക്കപ്പ് ഉള്ളത് പിന്നെ ഒരു ബാറ്റ്സ്മാൻ ഡൊണോവൻ ഫെരേരയാണ്. ഫെരേര ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ ആണെങ്കിലും നമുക്ക് ഹാരി ബ്രൂക്കിനോ അല്ലെങ്കിൽ ട്രിസ്റ്റൻ സ്റ്റബ്സിനോ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫെരേര ഒരു ഫിനിഷർ ആണ്. അപ്പോൾ ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് സാധ്യമല്ല. ഓപ്പണിംഗിൽ മഗ്ഗർക്ക് ഫോം ആയില്ലെങ്കിൽ ഡുപ്ലസിയോ, അല്ലെങ്കിൽ ഡുപ്ലസി ഫോം ആയില്ലെങ്കിൽ മഗ്ഗർക്കോ, അങ്ങനെ നമുക്ക് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാം. പക്ഷേ മിഡിൽ ഓർഡറിൽ ആ ഒരു ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ഒരു ഡയറക്റ്റ് സ്വാപ്പ് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ ടീം കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വരും. അത് അവരുടെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യും. 2020 ക്രിക്കറ്റിൽ കൺസിസ്റ്റൻസിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീമിൽ നിന്ന് നമുക്കറിയാം. അതായത് വളരെ കുറച്ച് ചേഞ്ചസ് ആണ് അവർ സീസണിൽ വരുത്തുക. കാരണം അവർ ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു കൺസിസ്റ്റൻസിക്ക് പ്രാധാന്യം നൽകുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും തവണ അവർ കിരീടം നേടിയതും. ഇവിടെ ഈ ഒരു ഫോം ഔട്ട് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോപ്പ് ആൻഡ് ചേഞ്ച് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യുകയും അവരുടെ റിസൾട്ട്സിനെ അഫക്റ്റ് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെയുള്ളൊരു ബൗളിംഗ് ഓപ്ഷൻ, ഫോറിൻ ബൗളിംഗ് ഓപ്ഷൻ ദുഷ്മന്ത ചമീരയാണ്. ചമീരയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് മിച്ചൽ സ്റ്റാർക്കിന്റെ ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് മിച്ചൽ സ്റ്റാർക്കിന് പകരമായിട്ട് ചമീരയെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചമീര ടാലന്റഡ് ആണെങ്കിൽ പോലും മിച്ചൽ സ്റ്റാർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബോളർ അല്ല ചമീര. ചമീരയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബോളറാണ്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ടീം ക്ലിക്കായി കഴിഞ്ഞാൽ അവർ വളരെ മികച്ചൊരു ടീമാണ്. ഇൻ കേസ് അവർ തോറ്റാൽ, ഒരു അടുപ്പിച്ച് 2-3 മത്സരം തോറ്റു കഴിഞ്ഞിട്ട് ചേഞ്ചസ് വരുത്തേണ്ടി വന്നാലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലേ ഓഫിലെത്താൻ കുറച്ച് പാടുപെടും. അപ്പോൾ ഈ ടീം അനലൈസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഇത്രയാണ്. ഞാൻ ഇപ്പോൾ പലതവണ ആവർത്തിച്ചതുപോലെ തന്നെ ടീം ക്ലിക്കായി കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യ മത്സരങ്ങളിൽ തന്നെ ടീം ക്ലിക്കായി മിഡിൽ ഓർഡറും ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമാണ്. പക്ഷേ നമുക്കറിയാം ഒരു ലോങ് ടൂർണമെന്റ് ആണ്, അവിടെ ഇവിടെയായിട്ട് തോക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോറ്റു കഴിഞ്ഞ് ഇവർക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വന്നാൽ കാര്യം കഷ്ടമാണ്. അപ്പോൾ എന്നോട് ഇവർ ടോപ്പ് 4 ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ. പക്ഷെ നിങ്ങൾക്ക് അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ സാധ്യത 11 തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. അത് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? DCക്ക് ഈ സീസണിൽ കപ്പ് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടീമിന്റെ റിവ്യൂവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.